ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാട്ടർ ടാങ്കിൻ്റെ കണക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. മേഘയുടെ വാട്ടർ ടാങ്കാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. 1000 ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ലിറ്ററിന് ഏകദേശം ഇത് 3 ലെയർ പ്രൊട്ടക്ഷൻ, 3 ലെയർ ആയതുകൊണ്ട്, വൈറ്റ് ടാങ്ക് ആയതുകൊണ്ട് ഏകദേശം 7 രൂപ തൊട്ട് 8 രൂപയാണ് അതിൻ്റെ ഒരു പെർ ലിറ്ററിന് റേറ്റ് വരുന്നത്. അത് 1000 ലിറ്ററിന് ഏകദേശം 8000 രൂപ, 7000 തൊട്ട് 8000 രൂപ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടാങ്ക് കണക്ടർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടാങ്ക് കണക്ടർ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ വാങ്ങിക്കണം. കണ്ട യൂണിയൻ ഗുണം കണ്ട, ആ യൂണിയൻ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് സെപ്പറേറ്റ്, അതായത് വെള്ളമില്ലാത്ത സമയത്ത് ഫുൾ പോയതിന് ശേഷം യൂണിയൻ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഇറക്കിയിരിക്കുന്നത് വെള്ളം താഴേക്ക് ഇറക്കിയിരിക്കുന്ന 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് നേരെ ഇട്ടതിന് ശേഷം നേരെ താഴേക്ക് പോയിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഹൈറ്റ് നോക്കുക. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ടാങ്ക്, അതായത് മോട്ടർ അടിച്ച് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് മറന്നു പോയാൽ തന്നെയാലും വെള്ളം ഒരിക്കലും ഓവർഫ്ലോ അടിച്ച് പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് ഉദ്ദേശിച്ച് നമ്മൾ ടാങ്കിൻ്റെ പുറത്തേക്ക് പോരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെട്ട് കണ്ടോ, ആ വെട്ടിൻ്റെ ലെവലിൽ തന്നെ നമ്മൾ ഇത്തിരി കുറച്ചിട്ടിട്ടാണെങ്കിലും ആ ലെവലിൽ നമുക്ക് ഒരു ടീ കൊടുക്കുകയാണെങ്കിൽ ആ ലെവലിൽ നമ്മൾ ഒരു 5 മിനിറ്റ് ആണെങ്കിലും മോട്ടർ അടിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ടാങ്കിൽ നിന്നും, അതായത് ടാങ്കിൻ്റെ മുകളിൽ നിന്നും ടാങ്കിൽ നിന്നും വെള്ളം പുറത്തേക്ക് വന്ന് ആ ഏരിയ നിറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് താത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ എയർ കൊടുത്തിരിക്കുന്ന സിസ്റ്റം കണ്ടോ, എയർ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നേരെ തിരിച്ച് നമ്മൾ ടീ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാക്കകൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് വെള്ളം കുടിക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും അവശിഷ്ടങ്ങളെല്ലാം ടാപ്പിൽ കറക്റ്റായിട്ട് അവിടെ വെച്ച് കാക്കകൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ആ ടാപ്പിലൂടെ ഇറങ്ങിപ്പോകാൻ, ആ പൈപ്പിലൂടെ ഇറങ്ങിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എയർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് നമ്മളിവിടെ തുളച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ഇഞ്ച് പൈപ്പാണ് മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ്. 1 ഇഞ്ച് പൈപ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊടുക്കാറുണ്ട്. അതായത് നേരെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ 2 പൈപ്പ്, വാട്ടർ ടാങ്കിൻ്റെ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇറക്കി. പിന്നെ 1 ഇഞ്ച് പൈപ്പാണ് മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ ടാങ്കിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പൈപ്പുകൾ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ CPVCയുടെ പൈപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ CPVCയുടെ എയർ സിസ്റ്റം വേണമെങ്കിൽ കുറച്ചുകൂടി പൊക്കി നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ലെവൽ കൺട്രോൾ, അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ നമ്മുടെ മോട്ടർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ടാങ്കിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് വേറൊരു പൈപ്പ് കൂടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു ടാങ്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതുപോലെ യൂണിയനിട്ട് കണക്ട് ചെയ്ത് എന്താ ഗുണമെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂണിയനിട്ട് കണക്ട് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.